good morning all of you. Welcome back to my video class. Addition of a polynomial. നമുക്ക് എങ്ങനെ പോളിനോമിയൽ ആഡ് ചെയ്യും? ഇപ്പോൾ രണ്ട് പോളിനോമിയൽ തന്നാൽ രണ്ട് മെത്തേഡ് ഉണ്ട്, കോളം മെത്തേഡും റോ മെത്തേഡും. നമുക്ക് ആദ്യം ചെയ്യാം കോളം മെത്തേഡ് ചെയ്യാം. കോളം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് സാധാരണ ആഡ് ചെയ്യുന്ന മാതിരി ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി വെച്ചിട്ട് പി ഓഫ് എക്സ് എന്ന പോളിനോമിയൽ എഴുതി ക്യൂ ഓഫ് എക്സ് അതിന് താഴെ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ലൈക്ക് ടേം. എന്താണ് ലൈക്ക് ടേം? എക്സ് ഒരുപോലെയുള്ള വേരിയബിൾ ആയിരിക്കും. എക്സും എക്സ് സ്ക്വയറിന്റെ ടേം. എക്സും വൈയും കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല, എക്സ് സ്ക്വയർ എക്സും കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. ലൈക്കായ ടേംസ് മാത്രം ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ലൈക്കായ ടേം എക്സ് സ്ക്വയറിന്റെ താഴെ 3x² എഴുതും. പിന്നെ എക്സിന് താഴെ എഴുതിക്കുക ലൈക്ക് ടേം എക്സിന്റെ ലൈക്ക് ടേം ആണ് 5x. അപ്പൊ അതേ 1ന്റെ അതേ താഴെ -4ഉം. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, നമ്പേഴ്സ് ആഡ് ചെയ്യാം. 1ഉം -4. അപ്പൊ നിങ്ങൾ സൈൻ നല്ലവണ്ണം നോക്കി ചെയ്യാം. സൈന് ഡിഫറെന്റ് സൈനാണ്. ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു നോക്കൂ. എങ്ങനെ ചെയ്യാം? മൈനസ് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പർ സൈൻ. അപ്പോൾ 4ഉം 1ഉം 4ന്ന് 1 മൈനസ് ചെയ്താൽ 3. ഇതിലേതിന്റെ സൈനാണ് ഗ്രേറ്റർ? മൈനസ് ആണ്. അപ്പോൾ മൈനസ്. ഓക്കെ അല്ലേ? അതുപോലെ എക്സും 5x. അപ്പൊ എക്സും 5x ആയതുകൊണ്ട് ലൈക്ക് ടേം 1xഉം 5xഉം ആണ്. അപ്പോൾ 1xന്റെ ടേം ആയതുകൊണ്ട് എക്സ് എന്ന് എഴുതാം. ഇനി കോഎഫിഷ്യന്റ് ആഡ് ചെയ്യും. ഇവിടെ 1ഉം ഇവിടെ 5ഉം ആണ്. 1 + 5 എത്ര വരിക? 6. സൈന് പ്ലസ്. ഇനി അടുത്ത ടേം ആഡ് ചെയ്യേണ്ടത് x² ടേമാണ്. അപ്പൊ x² എഴുതുക. ഇവിടെ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം 1 ആണ്. അപ്പോൾ 1ഉം 3ഉം കൂടെ ആഡ് ചെയ്യുക 4. ഇതിനെയാണ് കോളം മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ചെറിയ ക്ലാസ്സിലെ മെത്തേഡാണ്. കോളം മെത്തേഡിനേക്കാളും നല്ലത് റോ മെത്തേഡാണ് ചെയ്ത് പഠിക്കേണ്ടത്. ഹൈസ്കൂളിൽ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മെത്തേഡ് അതിനനുസരിച്ച് ചെയ്ത് പഠിക്കാം. റോ മെത്തേഡ് എന്നാണ് നേരെ എഴുതുക. അതായത് പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം പി ഓഫ് എക്സ് എഴുതും. പി ഓഫ് എക്സ് പറഞ്ഞോളൂ. x² + x + ക്യൂ ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ക്യൂ ഓഫ് എക്സ്. ഇനി ഇതേമാതിരി നിങ്ങൾ എന്ത് ചെയ്യാം? മനസ്സ് ചെയ്യാൻ പറ്റുന്നവർക്ക് എന്ത് ചെയ്യാം? ലൈക്ക് ടേമുകൾ ആഡ് ചെയ്യാം. പക്ഷെ നമ്മൾ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ചെയ്യാം. പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കുറയ്ക്കാം. ലൈക്കായ ടേംസ് ഒക്കെ എടുത്ത് എഴുതാം. ഇവിടെ x² എഴുതും. ഇനി ഇവിടെ x² ടേം ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. 3x² കഴിഞ്ഞു. ഇനി എക്സിന്റെ ടേം ഉണ്ടോ നോക്കാം. ഇവിടെ ഏതാണുള്ളത്? 5x ആണുള്ളത്. ഇവിടെ ലൈക്ക് ടേം ഏതാ? 1 ആണ്. ഇവിടെ ഏത് വരും? -4. അപ്പൊ ലൈക്ക് ടേംസ് ആഡ് ചെയ്യാൻ നോക്കാം. ഇനി ഇതിന്റെ x² ആണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ x² എഴുതുക. നേരത്തെ മാതിരി നമ്പേഴ്സ് ആഡ് ചെയ്യുക. 1ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ 4. 1x² 3x² കൂടെ ആഡ് ചെയ്താൽ 4x². 1xഉം 5xഉം കൂടെ ആഡ് ചെയ്താൽ 6x. 1ഉം -4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പേഴ്സ്. അങ്ങനെ രണ്ടിൻ്റെയും ആൻസർ ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്യുക? കോളം മെത്തേഡും റോ മെത്തേഡും കുറേ പ്രാവശ്യം കണ്ട് പഠിച്ചെടുക്കുക. സൈനൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതാണ്. മെത്തേഡ് എങ്ങനെയാണെന്ന് പഠിച്ചെടുക്കുക. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ വീണ്ടും ആഡ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പഠിച്ചെടുക്കുക. അപ്പോൾ അതിന് മുന്നേ ആഡ് ചെയ്യേണ്ട രീതികൾ പഠിച്ചെടുക്കുക. അപ്പോൾ ഇനി അടുത്ത ഹെഡിങ് ആണ് സബ്ട്രാക്ഷൻ. എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക? അപ്പോൾ സബ്ട്രാക്ഷൻ ആകുമ്പോൾ അപ്പം ആദ്യം ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും തന്നിട്ടുണ്ട്. രണ്ടും കൂടെ മൈനസ് ചെയ്യാൻ പറഞ്ഞു. അതായത് പി ഓഫ് എക്സ് - ക്യൂ ഓഫ് എക്സ്. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് പി ഓഫ് എക്സിന് ക്യൂ ഓഫ് എക്സ് കൊടുക്കും. അപ്പൊ ആദ്യം ഏതാണോ അത് എഴുതുക. മൈനസ് രണ്ടാമത് ക്യൂ ഓഫ് എക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ക്യൂ ഓഫ് എക്സ് എഴുതുക. എന്നതിന് ശേഷം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ ചിലവർക്ക് തെറ്റും, ചെയ്യുന്നവർക്ക് ചെയ്യാം. 1ന്ന് -4 മൈനസ് ചെയ്ത് എന്ത് വരും?
പ്ലസ് 5 ആണ് വരിക. 1 എന്ന് 5x മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 4x ആണ് വരിക. എക്സ് സ്ക്വയറിന് 3x² മൈനസ് ചെയ്യുമ്പോൾ മൈനസ് 2x² ആണ് വരിക. അങ്ങനെ മനസ്സ് പറഞ്ഞ് ചെയ്യുന്നവർക്ക് അതാണ് നല്ലത്. എല്ലാത്തവരും 1 സൈഡിൽ ചെയ്ത് നോക്കുക. 1 എന്താണ് മൈനസ് ചെയ്യേണ്ടത്? മൈനസ് 4 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പം മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ മൈനസും മൈനസ് കൂടെ പ്ലസ് 4 ആവും. അങ്ങനെ 1 + 4 5 എഴുതിക്കും. അതുപോലെ എക്സിന്റെ ടേം ആയതുകൊണ്ട് എക്സ് എഴുതിയതിനു ശേഷം ഇവിടെ ഏതാ നമ്പർ? 1, ഇവിടെ ഏതാ നമ്പർ? 5. മൈനസ് ആണ് ചെയ്യുന്നത്. 1 ന്ന് 5 മൈനസ് ചെയ്താൽ 5 ന്ന് 1 മൈനസ് ചെയ്താൽ 4 ആണ്. സൈൻ മൈനസ് കൊടുക്കുക, മൈനസ് 4. അതുപോലെ x² താഴെ കഴിഞ്ഞിട്ട് ഇവിടെ 1 ഉം 3 ഉം ആയതുകൊണ്ട് 1 ന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ എന്താവും? -2. അങ്ങനെ സപ്പറേഷൻ ചെയ്യാം. എല്ലാ സപ്പറേഷൻ പ്രയാസമാണെങ്കിൽ ആദ്യം പി ഓഫ് എക്സ് അതുപോലെ എഴുതിയിട്ട് അഡീഷണൽ സപ്പറേഷൻ പ്രയാസമുള്ളവർ എന്ത് ചെയ്യാം? സപ്പറേഷൻ എന്നുള്ള ചേഞ്ച് ചെയ്തിട്ട് അഡീഷൻ ആക്കുമ്പം ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുക്കുക. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതുക. അതിൻ്റെ പ്ലസ് ഉള്ളത് മൈനസ് ആണ്. അപ്പോൾ 3ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -3 ആണ്. +5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -5 ആണ്. -4ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് +4 ആണ്. അതായത് സൈൻ മാറ്റി. അപ്പോൾ 3x² എന്താവും? -3x² വരും. +5ന്റെ -5x ആവും. -4 വരും. ഇനി ആഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചല്ലേ? 1 ഉം -4 കൂടെ ആഡ് ചെയ്യുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് എഴുതാം. സൈൻ +5 ഉം -5 കൂടെ ആഡ് ചെയ്യുമ്പോൾ -4x. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരിക? ഇതിന്റെ സൈൻ ചേഞ്ച് ചെയ്യുക, പ്ലസ് സൈൻ ആക്കുക. അപ്പൊ എന്താ വരിക? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ +1. അതുപോലെ ഇത് രണ്ട് ഡിഫറെന്റ് സൈൻ ആയതുകൊണ്ട് വലുതിന് ചെറുത് കുറച്ച് 2x² ഇടുക, വലുതിന് സൈൻ. അപ്പൊ രണ്ടിന്റെയും ആൻസർ സെയിം. അപ്പൊ എന്ത് ചെയ്യുക? ഒന്നുമില്ല, മൈനസ് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ മൈനസ് ചെയ്യേണ്ട നമ്പറിന്റെ സൈൻ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാം, എന്നിട്ട് ആഡ് ചെയ്യും. അതുപോലെ പി ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ്, ഇത് കോളം മെത്തേഡ് കഴിഞ്ഞു. ഇനി റോ മെത്തേഡ് ചെയ്യാൻ പറഞ്ഞാൽ അതും ശ്രദ്ധിക്കുക. മൈനസ് ഇട്ട് കൊടുക്കുക. മൈനസ് ഇട്ട് കൊടുത്തിട്ട് ഇതേമാതിരി അഡീഷൻ ആക്കുമ്പോൾ എല്ലാത്തിനും സൈൻ ചേഞ്ച് ചെയ്യുക എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റെപ്പും കൂടി എഴുതും. ക്വസ്റ്റ്യൻ എന്താണ്? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x² + x + 1 ആണ്. ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3x² + 5x - 4 ആണ്. അഡീഷൻ മൈനസ് എന്നാണ്. മൈനസ് മാറ്റുകയാണെങ്കിൽ x² + x + 1. അഡീഷൻ ആക്കുമ്പോൾ എല്ലാത്തിനും സൈൻ മാറ്റാം. +3ന്റെ -3x² +5ന്റെ -5x മൈനസിന്റെ 4ന്റെ ചേഞ്ച് ചെയ്താൽ എന്താ? +4. അഡിറ്റീവ് ഇൻവേഴ്സ് എടുത്ത് എഴുതുക. അതായത് മൈനസ് ചെയ്യേണ്ട നമ്പേഴ്സിനൊക്കെ സൈൻ മാറ്റി എഴുതുക. അല്ലെങ്കിൽ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. -3x² -3x². -5x -5x -+4. എന്നിട്ട് നിങ്ങൾ അഡീഷൻ എന്താ ചെയ്യുക? ലൈറ്റ് ടേം ആദ്യം x², ഇവിടെ ലൈറ്റ് ടേം ഏതാ? -3x². പിന്നെ എക്സ് ലൈറ്റ് ടേം ഏതാ? -5. ഇവിടെ 1 + 4. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ലൈറ്റ് ടേം ആകുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ വലുതിന് ചെറുത് കൊടുത്തിട്ട് 2, ഇതും വലുത് -4x +5. അങ്ങനെ റോ മെത്തേഡിലും ചെയ്യും. അപ്പോൾ കോളം മെത്തേഡിലും റോ മെത്തേഡിലും ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കുക. വളരെ ഈസി ആക്കി എടുക്കുക. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ 6, 7, 8ാം ക്ലാസ്സിലത്തെ പഠിച്ചു കഴിഞ്ഞാൽ 9ത്തെ നമുക്ക് പോർഷൻസ് സ്റ്റാർട്ട് ചെയ്താൽ സ്പീഡാവും. അപ്പോൾ അത് റെഡിയാക്കി എടുക്കും. അപ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറയുമ്പോൾ നേരെ കോളം മെത്തേഡിലും റോ മെത്തേഡിലും ചെയ്യാം. മൈനസ് ആണ് ചെയ്യാൻ പറഞ്ഞാൽ കോളം മെത്തേഡ് അല്ലെങ്കിൽ ഒരു രീതി അഡിറ്റീവ് ഇൻവേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ സാവധാനം സൈഡിൽ മൈനസ് ചെയ്ത് നോക്കിയിട്ട് എഴുതാം. സ്റ്റെപ്പ് എടുത്ത് ചെയ്യാം. ഇവിടെ റോ മെത്തേഡിലാണ് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യേണ്ട നമ്പേഴ്സിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുത്തിട്ട്, അതായത് സൈൻ ചേഞ്ച് ചെയ്ത് എഴുതിയിട്ട് ആഡ് ചെയ്യാം.
അല്ലെങ്കിൽ മൈനസ് കൊണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അപ്പം അത് ഓർക്കുക. ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ അവിടേക്ക് എന്താ എഴുതേണ്ടത്? മൈനസ് ആണ് എഴുതേണ്ടത്. സെയിം സൈൻ ആണെങ്കിൽ ആ സൈനിനെ, അതായത് പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെ എഴുതാം. ഏത്? അഡീഷൻ. അപ്പോൾ അതൊന്ന് നോക്കാം. അഡീഷൻ ആണെങ്കിൽ പ്ലസും പ്ലസും കൂടെ ആഡ് ചെയ്താൽ പ്ലസ് എന്ത് ചെയ്തിട്ട്? ആഡ് ചെയ്തതിന് ശേഷം. അതേമാതിരി സപ്പറേഷൻ മൈനസും മൈനസും ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് സെയിം സൈൻ. പക്ഷെ ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ പ്ലസ് മൈനസ് പ്ലസ് പ്ലസ് ആണെങ്കിലും ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ സപ്പറേഷൻ ചെയ്യുക. എന്നതിന് ശേഷം ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ, അതാണ് ഇവിടെ പ്ലസ്സോ മൈനസോ ആകാം. അതാണ് അഡീഷന്റെ കേസ്. സപ്പറേഷനും അതുപോലെ തന്നെ ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ്